BJP ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഒരു SP ഓഫീസ് മാർച്ചിൽ അവരുടെ ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കവേ വളരെ വിവാദപരമായ ഒരു പരാമർശം നടത്തി. അവർ ആ പ്രസംഗത്തിൽ പറഞ്ഞത് കേരളത്തിലെ പോലീസിൽ 60% മോദി ഫാൻസാണ്. ഈ ഒരു പ്രതിഷേധം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ BJPയെ കാര്യമായി കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്ന ഒരു മുന്നറിയിപ്പ് പോലീസിലെ തൃശ്ശൂർ പോലീസിലെ വളരെ പ്രധാനിയായ ഒരു ഉദ്യോഗസ്ഥൻ ഈ ശോഭാ സുരേന്ദ്രനെ വിളിച്ചു പറഞ്ഞു. അതായത് ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി തൃശ്ശൂരിലെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു മുന്നറിയിപ്പ്, അതായത് ഈ പ്രതിഷേധക്കാരെ നേരിടാൻ കാര്യമായി കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് പോലീസ് എന്ത് തീരുമാനമെടുത്തിട്ടും കാര്യമില്ല, അതിനകത്ത് ഞങ്ങൾക്ക് വിശ്വസ്തരായ ആളുകളുണ്ട്, 60% മോദി ഫാൻസാണ്. അതൊരു മുന്നറിയിപ്പായി പിണറായി വിജയനും ഒപ്പം കോൺഗ്രസ്സുകാരുമൊക്കെ എടുത്താൽ നല്ലത് എന്ന ഒരു ഭീഷണിയുടെ സ്വരം ശോഭാ സുരേന്ദ്രൻ്റെ പ്രസംഗത്തിൽ കണ്ടു. അപ്പോൾ കാലങ്ങളായി കേരള പോലീസിനെ നിയന്ത്രിക്കുന്ന RSS ആണ് എന്നൊരു വിമർശനം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് കേൾക്കുന്നുണ്ട്. അതിന് കുറെ കൂടി ആക്കം കൂട്ടുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയത്. അതിൽ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. അന്വേഷണം ഏത് വഴിക്കാണ് പോകുന്നത് എന്നറിയില്ല. ആ വിഷയം രണ്ടാമതായി സംസാരിക്കുകയാണ്. ജിംസ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വിമർശനം ഈ RSS വൽക്കരണത്തിൻ്റെ കാര്യത്തിൽ കേരള പോലീസ് കേൾക്കുന്നുണ്ട്. അത് ശരിവെക്കുന്ന രീതിയിലാണെന്ന് പറയാൻ കഴിയില്ല എങ്കിൽ കൂടിയും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഉള്ളതായിരിക്കുമോ? ആ കാര്യത്തിൽ ഒരു ആത്മാർത്ഥമായ അന്വേഷണം നടത്താൻ സാധ്യതയുണ്ടോ? നമ്മൾ BJP ലീഡേഴ്സിൻ്റെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പോലീസ് കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ BJP നേതാക്കൾ എപ്പോഴും സർക്കാരിനെ വെല്ലുവിളിക്കാറുണ്ട്. അത് K സുരേന്ദ്രനാവട്ടെ, ശോഭാ സുരേന്ദ്രനാവട്ടെ, വി മുരളീധരനാവട്ടെ, ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കുക. ഇതൊരു ടാഗ് ലൈനാണ് കേരള BJPയുടെ. അതിൽ അവർക്കുള്ളൊരു ആത്മവിശ്വാസം, ആ പോലീസ് അവരുടെ കൺട്രോളിലാണെന്നുള്ളൊരു അമിതമായ ആത്മവിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കുക, ഞങ്ങൾ നോക്കാം എന്ന് പറയുന്നത്. മറ്റൊന്ന് കേന്ദ്രഭരണവും അവിടെയുണ്ട്. അപ്പോൾ ഇത് രണ്ടിലും അവരൊരു വെല്ലുവിളിയുടെ സമീപനം അവർ സ്വീകരിക്കാറുണ്ട്. മറ്റൊന്ന്, കേരള പോലീസിലെ RSS വൽക്കരണത്തെക്കുറിച്ചുള്ള LDFിൽ നിന്ന് തന്നെയുള്ള വിമർശനങ്ങൾ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. കേരള പോലീസ് RSS വൽക്കരിക്കപ്പെടുന്നു എന്തിന്? ഒരു ഇൻ്റലിജൻസ് വിവരം ചോർന്നു വന്നായിരുന്നല്ലോ. ഒരു RSSകാരായ പോലീസുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പും അവർ പ്രത്യേകമായി യോഗം ചേർന്നു, കോട്ടയത്ത് ഒരു റിസോർട്ടിൽ യോഗം ചേർന്നുള്ള വാർത്തകൾ നമ്മൾ ഓർക്കുന്നുണ്ട്. അതിൽ അന്വേഷണം എന്തായി? ആ യോഗം ചേർന്ന ആളുകളേക്ക് പിരിച്ചുവിട്ടോ? അതിൽ നിന്ന് നടപടി സ്വീകരിച്ചോ? അങ്ങനെ യോഗം ചേരാൻ പറ്റുമോ കേരള പോലീസ് മാനുവൽ പ്രകാരം? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആരും ചോദിക്കുന്നില്ല. മാധ്യമങ്ങൾ പോലും ചോദിക്കുന്നില്ല. മാധ്യമങ്ങൾ ചോദിക്കേണ്ട ആഭ്യന്തരമന്ത്രിയോടെയാണ്. ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങൾ അങ്ങനെ അടുത്ത കാലത്തായി അധികം കാണുന്നില്ല. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള വാർത്ത, അപ്പോൾ കേരള പോലീസ് അസോസിയേഷൻ CPMൻ്റെ കയ്യിലാണ് എന്നൊരാക്ഷേപം കേൾക്കാറുണ്ട്. പാർട്ടി സെല്ല് പ്രവർത്തിക്കുന്നു പോലീസിനകത്ത് എന്നും ഒരാക്ഷേപം കേൾക്കാറുണ്ട്. അത് മുമ്പും കേൾക്കാറുള്ളതാണ്. CPM ഭരിക്കുന്ന കാലത്തേക്കും കേൾക്കാറുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും പാർട്ടിക്ക് പോലീസിനകത്ത് ഫാക്ഷനൊക്കെ ഉണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ RSS പോലെ ഒരു വർഗീയ സംഘടനയ്ക്ക് പോലീസിനകത്ത് ഫാക്ഷൻ ഉണ്ടാകാമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മുമ്പ് നമ്മൾ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്ന കാലത്ത് അവർക്ക് പോലീസിൽ ഫാക്ഷൻ ഉണ്ട്. പച്ച വെളിച്ചം എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്തയ്ക്ക് ഓർക്കുന്നുണ്ടാവും. ആ വാർത്ത സൃഷ്ടിച്ചത് പോലും ഈ പറയുന്ന RSS ഫാക്ഷൻ ആണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ഫാക്ഷൻ ഉണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് ചില പോലീസുകാരെ വേട്ടയാടാൻ വേണ്ടി അതിലൊരു കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിലൊരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അയാൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയി നിരന്തരം കേസ് വാദിച്ച് അതൊരു വ്യാജ റിപ്പോർട്ടാണ്. അയാളുടെ ഒരു മേലധികാരി കൊടുത്തൊരു അയാൾ ചെയ്തെന്താണ്, അതായത് ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനെന്തോ മറ്റോ അറസ്റ്റിലാകുമ്പോൾ അയാളുടെ വാട്സപ്പ് പരിശോധിക്കുമ്പോൾ അതിൽ ഈ പോലീസുകാരൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അയാൾ ഏതോ ഒരു വാഹനത്തിൻ്റെ വിവരം ചോദിക്കുന്നു, ഇയാൾ ആ മറുപടി കൊടുക്കുന്നു. സാധാരണ ഒരു പോലീസുകാരനും ഒരു പൊതുജനം തമ്മിലുള്ള സംസാരം മാത്രമാണ്. അതിൻ്റെ പേരിൽ ഇയാളെ പോപ്പുലർ ഫ്രണ്ടുകാരനായി മുദ്രകുത്തി ഒരു മേലുദ്യോഗസ്ഥൻ റിപ്പോർട്ട് കൊടുക്കുകയും ഇയാൾ അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയി കേസ് വാദിച്ച് അയാൾ റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്നുള്ള ഓർഡർ കിട്ടിയിട്ട് വേണ്ട 6-7 മാസമായി. ഇതുവരെ അയാൾ തിരിച്ചെടുത്തിട്ട് പോലുമില്ല. അപ്പോൾ ആ ട്രൈബ്യൂണലിൻ്റെ വിധിയിൽ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു ആരോപണം കെട്ടുകഥയാണ് എന്ന് ആ ട്രൈബ്യൂണൽ വിധി പറയുന്നുണ്ട്. പക്ഷേ കെട്ടുകഥയല്ല, മോദി ഫാൻസ് 60% ഉണ്ട് എന്നിവിടെ ആര് വിളിച്ചു പറഞ്ഞു? ശോഭാ സുരേന്ദ്രൻ വിളിച്ചു പറയുന്നു. കോട്ടയത്തെ റിസോർട്ടിൽ ഇവർ യോഗം ചേർന്നതിൻ്റെ ചിത്രം ഉൾപ്പെടെ പുറത്തു വരുന്നു. എന്നിട്ടും ഇവിടെ ഒരു നടപടിയൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ പ്രശ്നം ആർക്കാണ്? ശോഭാ സുരേന്ദ്രനാണോ പ്രശ്നം? അതിൽ ആഭ്യന്തരമന്ത്രിക്കാണോ പ്രശ്നം? കേരള പോലീസിനാണോ പ്രശ്നം എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2, 60% പോലീസുകാർ മോദി ഫാൻസ് ആണെന്നുള്ളത് തള്ളലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കേരളത്തിൽ BJPക്ക് വോട്ട് ചെയ്യുന്ന 10-15 ലക്ഷം മനുഷ്യരുണ്ട്. ശരിയാണ്. ഈ 3.5 കോടി ജനങ്ങളിൽ ഒരു 10% ആൾക്കാർ BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറിയോ കുറഞ്ഞൊക്കെ ഉണ്ടാവാം. ഇനി അല്ലാത്ത ആൾക്കാരിൽ മോദി ഫാൻസ് ഉണ്ടാവാം, ചിലപ്പോൾ RSSനോട് താല്പര്യമുള്ളവരുണ്ടാവും, വോട്ട് ചെയ്യാത്ത ആളുകളും ഉണ്ടാവാം. പക്ഷെ 60% എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അത് പോലീസിൽ അത്രയും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം സംഘപരിവാറിനില്ല. സംഘപരിവാറിന് പോലീസിലുള്ള സ്വാധീനം
ആളുകളുടെ എണ്ണം വെച്ചിട്ടല്ല, 60% 70% എന്നുള്ളതല്ല, നിർണായക പൊസിഷനുകളിൽ ഇരിക്കുന്ന ആളുകൾ പലരും RSS അജണ്ട നടപ്പാക്കുന്നവരാണ് എന്നുള്ളതാണ്. അതിൽ ADGP മുതൽ പല തസ്തികകളിൽ ഇരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെ നിയന്ത്രിക്കാൻ ആർക്ക് പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിക്കാൻ BJP കിട്ടുന്ന കോൺഫിഡൻസ് എവിടെ നിന്നാണ് എന്നുള്ളതും ഭരിക്കുന്നവർ ആലോചിക്കേണ്ട കാര്യമാണ്. ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കുക എന്ന് പറയുന്നത് അവർക്ക് അത്ര സ്ട്രോങ് ഹോൾഡ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പോലീസ് പെരുമാറുന്നത് RSS അജണ്ടയ്ക്ക് അനുസരിച്ചാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ 60% പോലീസുകാർ RSSകാരാണെന്ന് പറഞ്ഞാൽ അതിൽ വസ്തുതാപരമായ പ്രശ്നമുണ്ട്. ഇനി പോലീസിൽ നിന്ന് BJPക്കാർക്ക് വേണ്ട ഇൻ്റലിജൻസ് ചോർത്തി കൊടുക്കുന്ന പോലീസുകാരെന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് പറഞ്ഞ ഈ പറയുന്ന RSS ഫാക്ഷനിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ്റെ വിവരങ്ങൾ ചോർന്നിട്ടുണ്ടാവും. അത് അങ്ങനെ ചോരുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിവരം ചോരുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയാണ്. പക്ഷേ ഒരു വയർലെസ് മെസ്സേജ് ചോർന്നു, വയർലെസ് മെസ്സേജ് ചോരുക എന്ന് പറഞ്ഞാൽ ദേശദ്രോഹ പ്രവർത്തനമാണ്. അത്രയും ഗുരുതരമായ കുറ്റം ചെയ്ത ഒരാൾക്കെതിരെ കേസെടുക്കാൻ വേണ്ടി ഒരു MLAക്ക് മുഖ്യമന്ത്രി നേരിട്ട് പോയി കാണേണ്ടി വന്നു. അതിൻ്റെ പേരിൽ അയാൾക്ക് മുന്നണിയിൽ നിന്ന് ഇറങ്ങി വരേണ്ടി വന്നു. ഒരു നാടാണിത്. അതിന് കേസെടുക്കാൻ ഇപ്പോൾ അവസാനം എന്താ ഇത്, വേറെ ആരോ ഒരാൾ കോടതിയിൽ പോയി കോടതി പറഞ്ഞിട്ടാണ് കേസെടുക്കാൻ വിധിയായിട്ടുള്ളത്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കോടതി പറഞ്ഞാൽ മാത്രം അനുസരിക്കുന്ന ഒരു പോലീസാണത്. അപ്പോൾ ആ പോലീസിൻ്റെ നിയന്ത്രണം ആർക്കാണെന്നുള്ളത് നമ്മളിവിടെ ഒരുപക്ഷെ ഔട്ട് ഓഫ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരിക്കാം. അത് ഈ നാടിൻ്റെ ദുർഗതിയാണ് എന്നേ പറയാറുള്ളൂ. നിഷാദ്, ഈ പച്ചയ്ക്കാണ് ശോഭാ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയെ തന്നെ വെല്ലുവിളിച്ചത്. അപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സിസ്റ്റം ഇങ്ങനെയല്ല, പോലീസ് എങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ ഉള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? കഴിഞ്ഞ അതുകൊണ്ട് 8-9 വർഷമായിട്ട് അത്തരം ശ്രമങ്ങൾ ഉണ്ടാവണമെന്നുള്ള ആവശ്യം ഏതെല്ലാം കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ പ്രത്യേകമായ ശ്രമമൊന്നും നടത്താൻ നമ്മൾ കാണുന്നില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കേരളത്തിലെ പോലീസിൽ 60% പേരും നരേന്ദ്രമോദി ഭക്തരാണ്, അനുഭാവികളാണ് എന്ന കാര്യം ഓർക്കണം എന്നാണ്. അതിനകത്തൊരു കാര്യമുള്ളത്, അതായത് ഈ ആളുകൾ നരേന്ദ്രമോദി ഭക്തരാവുക, അല്ലെങ്കിൽ സംഘ്പരിവാറിനോട് വിധേയപ്പെട്ടവരാവുക, അതിനോട് താല്പര്യമുള്ളവരാവുക എന്നുള്ളത്, അതിൻ്റെ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ മെമ്പറാവുക, അതിൻ്റെ ഏതെങ്കിലും ഫ്രാക്ഷൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുക എന്നത് മാത്രമല്ല. നമ്മുടെ ഇന്ത്യയിലെ പൊതുവായ സംവിധാനങ്ങൾ, ഏജൻസികൾ, പോലീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിൻ്റെയൊക്കെ കണക്കെടുത്തും അതിനെക്കുറിച്ച് പുറത്തു വന്നിട്ടുള്ള പഠന റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവുന്ന കാര്യം, മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാതെ തന്നെയും ഭരണകൂടത്തിൻ്റെ, പ്രത്യേകിച്ച് വലതുപക്ഷ ഭരണകൂടത്തിൻ്റെ താല്പര്യത്തിനൊപ്പിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ബഹുഭൂരിപക്ഷം ആളുകളും മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ചുമ്മാ ഗുജറാത്ത് വംശഹത്യൻ്റെ കഥയെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ വംശഹത്യാ പദ്ധതിയിൽ എങ്ങനെയാണ് പോലീസ് പങ്കാളിത്തം വഹിച്ചത് എന്ന് അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും BJP മെമ്പർഷിപ്പോ RSSൻ്റെ പോലീസിലെ ഫ്രാക്ഷൻ യോഗത്തിൽ ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് പങ്കെടുക്കുന്നവരൊന്നുമല്ല, മറിച്ച് ഭരണകൂടം എന്താഗ്രഹിക്കുന്നു എന്നതിനൊപ്പിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ആൾക്കാരായിട്ട് രാഷ്ട്രീയ മാറ്റം സംഭവിച്ച മനുഷ്യർ. അത് ഡൽഹി കലാപത്തിൻ്റെ കാര്യം എടുത്താലും കാണാം. ഡൽഹി കലാപത്തിലെ പോലീസ് ഇനാക്ടിവിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടാണ് ആദ്യം നമുക്ക് നിരോധനം കിട്ടുന്ന ഓർക്കണം. പോലീസ് അവിടെ പെരുമാറിയത് എങ്ങനെയാണ്, അവിടെ ആ കലാപത്തിൻ്റെ സാധ്യതയെ മുൻനിർത്തിക്കൊണ്ട് മുൻപ് വൈരാഗ്യം ഉണ്ടായിരുന്നവരെല്ലാം എങ്ങനെയാണ് ആ കേസിൽപ്പെടുത്തി ഇപ്പോഴും ജയിലിനകത്തിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ കലാപങ്ങൾക്കകത്ത് പോലീസ് പ്രവർത്തിക്കുന്നത് എങ്ങനെ, ഇന്ത്യയിലെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഇരകളാക്കപ്പെട്ട മനുഷ്യരാരൊക്കെയാണ്, ഇന്ത്യയിലുണ്ടായിട്ടുള്ള സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് പിടികൂടപ്പെട്ട മനുഷ്യരോട് സംവിധാനങ്ങൾ എടുക്കുന്ന മുൻവിധി നിറഞ്ഞ താല്പര്യം എന്താണ്? പുതിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ മെമ്പർഷിപ്പ് ഒന്നും സംഘപരിവാറിന് ആവശ്യമില്ല. ഈ സിസ്റ്റവും ഒരു മൂഡും മൊത്തം അവർക്ക് അനുകൂലമാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് 60% കണക്ക് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഈ വഴിയിലൂടെ ആണെങ്കിൽ 60, 70, 50, 55 ഒക്കെ ആവാം. അതിലൊന്നും എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. രണ്ടാമത് RSSനെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരോ RSSൻ്റെ അനുഭാവികളായിട്ടുള്ള ആൾക്കാർ അതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വസ്തുതയാണ്. ആ വസ്തുത ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്ന മട്ടിൽ എടുക്കേണ്ടതില്ല. അത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് RSSകാരതിനകത്തുണ്ടെന്നുള്ളത്, ബൃന്ദാക്കാരായിട്ട് പറഞ്ഞിട്ടുണ്ട് RSSകാരതിനകത്തുള്ളത്. ഏറ്റവും അവസാനം അതിനകത്ത് നിൽക്കുന്ന PV അൻവർ അത് ചൂണ്ടിക്കാണിച്ച് ബഹളം ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങിപ്പോയത്. CPMമാർ തന്നെയും പറയുന്നുണ്ട്, CPMൻ്റെ സമ്മേളനങ്ങളിലെ പ്രധാനപ്പെട്ട വിമർശനങ്ങളായി ഉയർന്നു വരുന്നു, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നാൽ നമുക്കൊരു വിലയില്ല, RSSകാർ വല്ല അമ്പല കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാംസ്കാരിക സംഘടനകളുടെ പേരും പറഞ്ഞ് അവിടെ ചെന്നാൽ അവർക്ക് ഇരിക്കാൻ കസേര കിട്ടുന്നു, നമുക്ക് വാല്യൂ കിട്ടുന്നില്ല എന്ന പ്രശ്നം CPMൻ്റെ സമ്മേളനങ്ങളിൽ ഉയർത്തപ്പെടുന്നതാണ്. CPMമാർ ഫേസ്ബുക്കിലും ട്വിറ്ററിലും എല്ലാം എഴുതുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് RSS പ്രവർത്തിക്കുന്നു, RSSൻ്റെ താല്പര്യം പ്രവർത്തിക്കുന്നു എന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇനി അതങ്ങോട്ട് മാറ്റിയിട്ട് അതിനപ്പുറം പോയാലാണ് അജിത് കുമാർ RSSൻ്റെ നേതാക്കളെ പോയി കാണുന്നു, കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്തിറങ്ങി വരുന്നു, അതിനുശേഷം പൂരം കലങ്ങുന്നു, അതിനുമേൽ നടപടിയൊന്നും ഇല്ലാതാവുന്നു വെച്ചാൽ എങ്ങനെയാണ് RSSൻ്റെ താല്പര്യത്തിന് വിഘാതമാകുന്ന ഒന്നും കേരള പോലീസിൽ നടക്കുന്നില്ല എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് സംശയിക്കണം. ഒരു 10 വർഷം മുമ്പ് നമുക്ക് ആലോചിക്കാനേ കഴിയുമായിരുന്ന കാര്യമായില്ല ആളുകൾ തുറന്ന വർഗീയത ഫേസ്ബുക്കിലൊന്നും പറയാം, നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഇപ്പോൾ തുറന്ന വർഗീയത നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്കല്ല പറയേണ്ട ആളുകൾക്ക് പറയാം. സേഫ് പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അത് പറഞ്ഞാലും ഒരു നടപടിയും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആയുധം പ്രദർശിപ്പിക്കാം, നിങ്ങൾക്ക് വർഗീയത പറയാം, ബാബരി മസ്ജിദ് തകർത്ത ദിവസത്തെ നിങ്ങൾക്ക് ആഘോഷിക്കുന്നതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പുറപ്പെടുവിക്കാം, നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ നിലയ്ക്കാണ് പോലീസ് കാര്യങ്ങളെ കാണുന്നതെന്ന് കാണണം. ഒപ്പം ഈ മാവോയിസ്റ്റ് വേട്ടയുടെ പേര് പറഞ്ഞ ആൾക്കാരെ വേട്ടയാടുന്ന കാര്യത്തിൽ, തീവ്രവാദത്തിൻ്റെ പേരിൽ ആളുകളെ വേട്ടയാടുന്ന കാര്യത്തിൽ ഒക്കെയും ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം പഴയ
എന്താണ് നമ്മുടെ പാനായിക്കുളം കേസിലെ ആൾക്കാരെ പോയി പൊക്കും പോലീസ്. അപ്പോൾ പോലീസിൻ്റെ സമീപനം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ അങ്ങനെയാണ്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അത് കോൺഗ്രസ് സർക്കാരുകളുടെ കാലം മുതലും ഇങ്ങോട്ടും BJP സർക്കാരിൻ്റെ കാലത്തും അല്ലെങ്കിൽ CPMൻ്റെ കാലത്തും ഒക്കെ അത് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ CPMൻ്റെ ഭരണകൂടം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണകൂടം ഇത്തരം എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യാൻ ശേഷിയുള്ളവരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പോലീസ് നയമുണ്ട്. ആ പോലീസ് നയം നടപ്പിലാക്കാൻ ഞങ്ങൾക്കറിയാം. അത് നടപ്പിലാക്കാൻ ധീരോദാത്ത നിലപാടുകളുള്ള നേതാക്കളാണ് ഭരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അവരെ കൊണ്ടത് പറ്റിയിട്ടില്ല. ഇപ്പോഴും പോലീസ് എവിടെയാണെന്നും നമ്മൾ പലകുറി സംസാരിച്ചിട്ടുണ്ട്. അതായത് RSSനെ എന്തിനാണ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പോയി കാണുന്നത് എന്ന ചോദ്യത്തോട് ഉത്തരം പോലും പറയാൻ കഴിയാത്ത വിധം രാഷ്ട്രീയ ദുർബലതയുടെ നടുവ് നിൽക്കുകയാണ് ആ പാർട്ടി എന്ന് കാണണം. എത്ര കാലമായിട്ട് പോലീസിനെ കുറിച്ച് വിമർശനം വരുന്നു? പോലീസിനെ ഏതെല്ലാം ആൾക്കാരെ മുഖ്യമന്ത്രി പരസ്യമായി വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏതെല്ലാം സംഘടനകളെ വിമർശിക്കുന്നു, വ്യക്തികളെ വിമർശിക്കുന്നു, ഉദ്യോഗസ്ഥരെ വിമർശിക്കുന്നു. പോലീസിൻ്റെ കാര്യത്തിൽ ഉയർന്നു വരുന്ന ഇത്തരം പരാതികൾ ഗൗരവത്തോടെ കാണും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കർശനമായി വിമർശിക്കുന്നത് കണ്ടിട്ടില്ല. പകരം അദ്ദേഹം ഇത്തരം ഉയർന്നു വരുന്ന വിമർശനങ്ങൾ പോലീസിൻ്റെ മനോവീര്യത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് കൂടുതൽ കരുതൽ കാണിച്ചിട്ടുള്ള ആളാണ് എന്നറിയാം. അപ്പോൾ ഇത് നേരത്തെ അജിംസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, പോലീസിൻ്റെ കാര്യത്തിൽ സംഘപരിവാർകാർക്ക് വല്ലാത്ത ഒരു കോൺഫിഡൻസ് പ്രകടമാണ്. ഞങ്ങളെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾക്കെതിരെ കേസെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, ഞങ്ങളെ അകത്തിടാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ പ്രവർത്തന പദ്ധതിയെ, ഞങ്ങളുടെ കേരളത്തിലെ ഞങ്ങളുടെ പ്രോജക്റ്റിനെ തടയാൻ, പ്രവർത്തന പദ്ധതി ഞാൻ പറയുന്നത് ആ വ്യക്തികളെ അറസ്റ്റ് ചെയ്യുകയോ കേസെടുക്കുക എന്നുള്ള വേറെ കാര്യം. സംഘ് പരിവാർ കേരളത്തിൽ വളരെ നിശബ്ദമായിട്ടും ചില സമയത്ത് ലൗഡായി നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ രാഷ്ട്രീയ ഇൻവേഷൻ പദ്ധതിയെ തിരിച്ചറിഞ്ഞ് തടയാൻ പോലീസ് പ്രവർത്തിക്കുന്നതേയില്ല. ആ പോലീസിനെ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തം അവിടെയാണ് പിണറായി വിജയൻ്റെതാണ്. അദ്ദേഹം അത് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ പോലീസും ചെയ്യുന്നില്ല. പോലീസ് നിസ്സംഗമായി നോക്കി നിൽക്കെ അവർ വന്ന് കയറിപ്പോകുന്നു. അതാണ് നമ്മൾ കാണുന്ന വെറുപ്പിൻ്റെ ഈ ഉദ്ഘോഷം കാണുന്നത്. അങ്ങനെ CPM തോറ്റുപോകുന്ന പലയിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു. നിർഭാഗ്യകരം. CPMകാർക്കും ഈ യാഥാർത്ഥ്യത്തെ നോക്കി വേദനിക്കാൻ മാത്രമേ കഴിയൂ. കാരണം വേറെന്തോ ഒരു വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ തുറന്നു വിട്ടിരിക്കുന്നു പിണറായി വിജയൻ എന്ന് വേണമെങ്കിൽ കാണാം. പല ആക്ഷേപങ്ങളും എന്തോ ഒരു പ്രത്യേക വിചാരത്തിൻ്റെ പേരിൽ, പ്രത്യേകമായൊരു കോൺസെപ്റ്റിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഏതോ അദൃശ്യ ശക്തികളാൽ പോലീസിനെ തൊടാൻ കഴിയാതിരിക്കുന്നു പിണറായി വിജയൻ. അതായത് നമുക്കും അറിയൂ എന്താണ് അതിൻ്റെ റീസൺ. കാരണം 10 വർഷമായില്ലേ സേഫ്, ആദ്യത്തെ 5 വർഷം പോട്ടെ, 10 വർഷം നിരന്തരമായി എല്ലാ വർഷവും നിതാന്തമായി കേൾക്കുന്ന ഒരു വിമർശനമാണ് പോലീസ് പോരാന്നുള്ളത്. എന്നിട്ട് എന്താണ് അതിനകത്തൊരു ആക്ഷൻ പ്ലാൻ ഇല്ലാത്തത്? ഒരു ആക്ഷൻ പ്ലാനും ഇല്ല. പാർട്ടിക്ക് പോലും ശബ്ദിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ടെന്നൊരു പരമമായ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാതെ നിസ്സംഗമായും നിരാശാഭരിതരായി നിൽക്കാനാണ് CPIMൻ്റെ സാധാരണ പോസ്റ്റർ ഒട്ടിക്കുന്ന, കൊടി പിടിക്കുന്ന അണികളുടെ വിധി എന്നത് നിർഭാഗ്യകരം. ശരി.